സുവിശേഷത്തിലേക്ക് ഒരുവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ദൗത്യം സുവിശേഷം അറിയിക്കുക. പൗലോസ് പറഞ്ഞു, ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. വേറെ ആരെങ്കിലും നിർബന്ധിക്കേണ്ടതല്ല സുവിശേഷം. ഇപ്പോൾ ഇദ്ദേഹത്തോട്, നമ്മുടെ ആശാരി ഉപദേശിയോട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയില്ല, എനിക്ക് ഉറങ്ങാനല്ല, എനിക്ക് അത്യാവശ്യം ഉറക്കമല്ല അത്യാവശ്യം, എനിക്ക് സുവിശേഷം പറയണം, എനിക്ക് ട്രാക്റ്റ് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, സ്തോത്രം. കൊടുക്കുന്ന ട്രാക്റ്റ് എടുത്തും വിയർപ്പ് തുടച്ച് കളഞ്ഞിട്ട് പോയാലും ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും, സ്തോത്രം, ആമേൻ ആമേൻ, ഈ ട്രാക്റ്റിന് കൊടുത്തില്ലെങ്കിലും, അല്ലേ, സ്തോത്രം, കൊടുക്കുന്ന ആള് ഭാരപ്പെടേണ്ട, ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹം ചെയ്തു. കാരണം ഇത് മാനുഷിക നിർബന്ധമല്ല, തൻ്റെ ഉള്ളിൽ ഒരു ആത്മാവിൻ്റെ നിർബന്ധം കിടപ്പുണ്ട്. ഞാൻ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കാണ്, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഇനി പട്ടിണി കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ വേല ചെയ്യത്തുള്ളൂ. എന്താ കാര്യമെന്നറിയോ? അത് നിർബന്ധം എൻ്റെ ഉള്ളിൽ കിടക്കുക.